എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. അപ്പോൾ റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Two of Wands, Three of Cups and Justice energy. Okay. Four of Swords, Tower moment, Star energy and Three of Wands. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടു ഓഫ് വോൺസ് എനർജിയാണ്. നിങ്ങളുടെ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിസ അതുപോലെയുള്ള, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ വിസ, റെസിഡൻസ് പെർമിറ്റ്, പുറത്തു പോയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ റെഡിയാവാൻ വേണ്ടിയിട്ട്, അതായത് വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്, വരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റ് നിങ്ങളെല്ലാം റെഡിയായി ഇനി വിസ വന്നു കഴിഞ്ഞാൽ പോകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വിദേശത്തേക്ക് പോകാനുള്ള ലാസ്റ്റ് ഡോക്യുമെന്റിന് വെയിറ്റ് ചെയ്യുന്നവർ ഒക്കെ അതിന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും, നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന പോലെ. ഫയർ എനർജിയാണ്. വളരെയധികം നിങ്ങൾ എക്സൈറ്റഡ് ആണ്, പല കാര്യങ്ങളും ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെ നടക്കുന്നു. നിങ്ങൾ ജീവിതം എങ്ങനെയാണ്, നിങ്ങളുടെ ഭാവി എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് സംഭവ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഭാവി നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് സാഹസികമായിട്ടുള്ള യാത്രകളും മറ്റുമൊക്കെ നടത്താനുള്ള ഒരു അവസരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം അപകർഷതാബോധം നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അപകർഷതാബോധം ഉള്ളിലുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ വരുന്ന അവസരങ്ങൾ അതിനെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു എനർജിയാണ്. പിന്നെ ജസ്റ്റിസ് ഇൻ ത്രീ ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഒന്ന്, നിങ്ങൾ സന്തോഷമുള്ള കാര്യമാണ്, അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുന്ന, അതായത് ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ എടുത്ത് അതിൻ്റെ ഒരു ആഘോഷമാവാം. നിങ്ങളുടെ ഇപ്പോൾ PhD ചെയ്തിട്ടുള്ളവർ, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരുടെ ആഘോഷം, ഇപ്പോൾ മെഡിസിൻ MBBS അതിനുശേഷം ഉള്ള MD, അതുപോലെ എന്തെങ്കിലും ഗ്രാജുവേഷനോ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷനൊക്കെ പൂർത്തിയാക്കുന്ന ഒരു ലെവലിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ മെഡിസിനിൽ എടുക്കുന്നത് സംബന്ധിച്ച സിറ്റുവേഷൻ ആകാം. ചില ആളുകൾക്ക് LLB അതുപോലുള്ള കാര്യങ്ങൾ, ലോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സമയമാവാം. കോൺവെക്കേഷൻ ചില ആളുകൾക്ക് സംഭവിക്കുന്നു എന്നുള്ളത്. അതുപോലെ ചില ആളുകൾ കേസ് ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കേസ് കൂട്ടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാലങ്ങളായിട്ട് നടക്കുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ലാത്തതാണെങ്കിൽ ആ കേസ് തീർപ്പ് കൽപ്പിക്കുകയും അതൊരു സന്തോഷം നൽകുന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള കേസ് ആവാം. ചിലപ്പോൾ കോർട്ട് കേസ്, നിങ്ങളുടെ സിവിൽ ആവാം, ക്രിമിനൽ, അതുപോലുള്ള അത് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം ചാർത്തിയിട്ടുള്ളതാവാം. എന്ത് സാഹചര്യമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സന്തോഷമുള്ളൊരു സാഹചര്യം, ആഘോഷം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റുള്ളവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് അതൊരു ആഘോഷമാക്കിയിട്ട് അത് മാറ്റുന്ന ഒരു സാഹചര്യം, ഒരു അഭിനന്ദനം പ്രവാഹം കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഫോർ ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ. ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾക്ക് ശരിയാവുന്നുണ്ട്.
നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ജോലി ഇപ്പോൾ നാട്ടിലേക്ക് വരാനിരിക്കുമ്പോൾ 1-2 വർഷം ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ജോലി മാറേണ്ടി വന്നു. ഇപ്പോൾ പുതിയ ജോലിയിലാവുമ്പോൾ പിന്നെയും നാട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ കുറച്ചധികം 3-4 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ലാത്തവർ കുറേ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു വരുന്ന ഒക്ടോബറിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റുന്നു. അതായത് സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനമ്മ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്ക് മക്കൾ അതുപോലുള്ള കാര്യങ്ങൾ അതുപോലുള്ള ആളുകളൊക്കെ ആയിട്ട് ചേർന്ന് ഒരുമിച്ച് സന്തോഷമായിട്ട് സ്വന്തം വീട്ടിൽ ഒന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു അവസരം കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഹോം സിക്നെസ്സും ആവാട്ടോ. ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു മടുപ്പും ഹോം സിക്നെസ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ ആ ഒരു രീതിയിലൂടെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ, പഠിക്കുന്നവരെ സംബന്ധിച്ചാണ് ആ ഒരു എനർജി കാണിക്കുന്നത്. അപ്പോൾ പഠിപ്പിൽ ശ്രദ്ധിക്കുകയും കുറച്ച് എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ടവർ മൊമെന്റ് ആണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കൺസ്ട്രക്ഷൻ, ഇപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ ഇതിവിടെ സൂചിപ്പിക്കുന്നത് വീട് പണിയിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മാറിപ്പോ അല്ലെങ്കിൽ വീണ്ടും അതായത് പണിത് വെച്ച കാര്യം ഒരിക്കൽ കൂടി വീണ്ടും പണിയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് ചെയ്തത് ശരിയാവാത്തത് കൊണ്ട് വീണ്ടും അത് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ പഴയ വീടൊക്കെയാണ് അതൊന്ന് പുതുക്കി പണിയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിയെ ആദ്യം വിളിച്ച് നോക്കി അതെങ്ങനെയൊക്കെയാണ്, അതായത് പഴയ വീട് പുതുക്കി പണിയുമ്പോൾ ആ വീടിന്റെ പഴക്കവും കാര്യങ്ങളൊക്കെ വീട് പണിത രീതിയും അനുസരിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ കാണിക്കുന്നത് ഈ ഒരു മാസം തീരുമാനമെടുക്കുന്നതും അല്ലെങ്കിൽ പണി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പണിയേണ്ടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ചെറുതാണെങ്കിലും വലിയ രീതിയിലുള്ള ലെവലിലാണ് എങ്കിൽ കൂടി. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റാർ കാർഡാണ്. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ, എല്ലാത്തിലും അല്ലെങ്കിലും പല കാര്യങ്ങളും നിങ്ങളോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവാനുഗ്രഹം പല അതിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവാനുഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു, നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ചൊരിയുന്ന ഒരു അങ്ങനെ ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഇപ്പോൾ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻട്രൻസിന് ശ്രമിക്കുന്നവരാണോ എങ്കിൽ മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി അക്കാഡമിക്സിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നു, PhD പോലുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഒത്തിരി മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പല സിറ്റുവേഷനിൽ ഈ ഒരു മാസത്തിൽ എവിടെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ആരുമില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആരും സഹായത്തിനില്ല എന്ന് നിങ്ങൾ തിരയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ എവിടെന്നെങ്കിലും വന്നിട്ട് നിങ്ങളെ സഹായിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം, അത് ദൈവാനുഗ്രഹം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണാം. അതേപോലെ 3 of Wands എനർജിയാണ്. പിന്നെ ഈ ഒരു മാസം നിങ്ങൾ ആരാധിക്കേണ്ടത് ശിവനെയാണ്, മഹാദേവൻ, ശിവനെ ആരാധിക്കാം. അപ്പോൾ അതേപോലെ തന്നെ 3 of Wands എനർജിയാണ്. അപ്പോൾ 2 of Wands ആൻഡ് 3 of Wands എനർജിയിലാണ് എൻഡിങ്, സ്റ്റാർട്ടിങ് 2 of Wands. അപ്പോൾ ഈ ഒരു മാസം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണോ കാത്തിരുന്നത്, ഈ ഒരു മാസം, അതായത് ഈ മാസത്തിന്റെ തുടക്കം എങ്ങനെയാണോ കുറച്ച് കാത്തിരിപ്പിന്റെയും മടുപ്പിന്റെയും സങ്കടം എന്നുള്ളതല്ല, അക്ഷമയുടെ ഒക്കെ തുടക്കമാണെങ്കിൽ ഈ ഒരു മാസം അവസാനിക്കുന്ന വളരെയധികം സംതൃപ്തിയോട്, അതായത് പോകാനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങൾ പ്രവർത്തിക്കാനല്ല, അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു, അതുമായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപക്ഷെ വിസ കാര്യങ്ങൾ റെഡി ആവുന്നത് പോകാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെയുള്ളതാവാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുക. പ്രത്യേകിച്ച് വലിയൊരു മുതൽ മുടക്കില്ലാതെ ആണെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങാം. അത്ര വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് തുടങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാർ എന്നുള്ള ഒരു പേരിൽ നിന്നൊരു
ബിസിനസ് വുമൻ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ. കാരണം ദൈവാനുഗ്രഹവും ഉള്ള സമയം കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.